ഞങ്ങളിവിടെ അടുത്ത് ഒല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ സിസിലി, ഇത് ഹസ്ബൻഡിൻ്റെ അനുജൻ ജോഷി, ഇത് അനുജൻ്റെ വൈഫ് പ്രിൻസി, എൻ്റെ പേര് ട്രീസ. ഞങ്ങളുടെ അമ്മ സ്ഥിരമായിട്ട് ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ സ്ഥിരമായിട്ട് നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ 2023 ഞങ്ങളുടെ അമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന് ട്യൂമർ വന്നു. ആ ട്യൂമർ വന്ന് കുറേ ചികിത്സയൊക്കെ ചെയ്തു, 7 കീമോ ചെയ്തു, എന്നിട്ടൊന്നും കുറവുണ്ടായില്ല. അമ്മ അവിടെ സ്ഥിരം ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഓപ്പറേഷനിലൂടെ അത് തീർത്തും സുഖപ്പെട്ടു. അതുപോലെ തന്നെ ഞങ്ങളുടെ അനുജന് 2023 സെപ്റ്റംബറിൽ അവന് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവേദന കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഒന്നും കുറയണില്ല. അപ്പോൾ ലാസ്റ്റ് MRI ചെയ്തു, അതിനുശേഷം പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോഴാണ് ലങ്സിൽ ക്യാൻസറാണെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ എറണാകുളം ലക്ഷറി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഗംഗാധരൻ്റെ ചികിത്സയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ അച്ഛനോട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവന് 7 കീമോ ചെയ്തു, 10 റേഡിയേഷൻ ചെയ്തു. അങ്ങനെ അവസാനം അച്ഛനിവിടെ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, ക്യാൻസറുള്ള ജോഷിക്ക് ഈശോ സൗഖ്യം കൊടുക്കണമെന്ന്. അതിനുശേഷം വീണ്ടും ഒരു പെറ്റ് സ്കാൻ ചെയ്തിട്ട് നോക്കിയപ്പോൾ അത് വളരെയധികം സുഖപ്പെട്ടു. ഇപ്പോൾ അവൻ ചെറിയ രീതിയിൽ ഗുളിക കഴിക്കുന്നു, ഇടയ്ക്ക് ചെക്കപ്പിന് പോകണു. അവൻ്റെ തടിയുടെ ബിസിനസ്സാണ് പത്തനംതിട്ടയിൽ, അത് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നു. അത് 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി അമ്മ നിയോഗം എഴുതി വെച്ച് വിവാഹം നടക്കാനായിട്ട് 4 പേരക്കുട്ടികളുടെ പേര് എഴുതി വെച്ചിട്ട് അമ്മ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. അതിൽ 3 പേരക്കുട്ടികളുടെ വിവാഹം 1 കൊല്ലത്തിനുള്ളിൽ ഈശോ നടത്തി തന്നു. അതുപോലെ അനേകം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനത്തിന് ഈശോ നൽകിയിട്ടുണ്ട്. അതിന് ഈശോയോടും മാതാവിനോടും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന കാനാട്ടച്ചനോടും ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു അച്ഛാ.